പോവേണ്ട വണ്ടി നേരത്തെ എടുത്തോണ്ട് പോയോ? നേരത്തെ വണ്ടി എടുത്തോണ്ട് പോയ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എന്റെ വായിൽ നിന്നും പുള്ളിച്ച സ്തുതി. വണ്ടി എടുത്തോണ്ട് പോയിരിക്കുന്നു. ഹലോ അയ്യാ, ഇന്നും പഴയതുപോലെ പരിപാടി നടത്തിയില്ലേ? മിമിക്രി നിർത്തി വെച്ചെന്ന് മൈക്ക് ഓടലെന്ന് പറഞ്ഞ് പോലീസുകാർ നമ്മളെ ഓട്ടിച്ചില്ലേ? എന്തോന്ന് നിന്റെ കൂടെ റബ്ബർ ഓട്ടാൻ വരാനാ? എടാ ഞാൻ സെലിബ്രിറ്റിയാണ്, അറിയാൻ എനിക്ക് സെലിബ്രിറ്റി വിളിച്ച് റബ്ബർ ഓട്ടാൻ വിളിക്കുന്ന മേലെ എന്നെ വിളിച്ചു വേടാ ഫോൺ ആവശ്യമില്ല. അല്ല ചേട്ടോ, ലാസ്റ്റ് ബസ് പോയായിരുന്നോ? സഹോദര, എനിക്ക് പത്തനാപുരത്തായിരുന്നു പ്രാർത്ഥന. പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വേളയിലായിരുന്നു ആ കോപ്പിലെ മഴ. മഴ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതും വണ്ടി പോയി. ഇനി രാവിലെ 5:30 മണിക്കേ വണ്ടി ഉള്ളൂ. അയ്യോ, 5:30 മണിക്കേ വണ്ടി ഉള്ള? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവങ്ങളും കൂട്ടി മണ്ണ് പങ്കുവെച്ചു. നിനക്ക് എന്തെന്റെ കുഴപ്പമാണ്? ഒരാൾ കിടന്നുറങ്ങുമ്പോ അതിന്റെ വായിൽ വന്ന് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന കണ്ടുകൊടുത്തില്ല. ഭഗവാനെ, കോടതിന്ന് പറത്തി ഒരു ജഡ്ജിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ടേക്കുന്നു. ക്ഷമിക്കണം ജഡ്ജി. അയ്യോ, എനിക്ക് പുള്ളിയെ അറിയാം. ആ പുള്ളി മാറണമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും വൈദ്യരെ കണ്ടാ മതി കുഞ്ഞെ. അയ്യോ, ഈ പുള്ളിയല്ല, ഈ പുള്ളി എനിക്ക് അറിയാന്ന്. ഈ പുള്ളിയെ ഞാൻ പരിപാടി അവതരിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നു. ഇവർക്ക് സെക്കൻഡ് നാടകമായിരുന്നു. അങ്ങനെ നമ്മളെ പോലീസ് എല്ലാവരും കൂടെ ഓട്ടിച്ച് ആദ്യം ഓടി ഈ പുള്ളിയാണ്. ഈ പുള്ളി നാടകക്കാരനാണ്. ഉറങ്ങുകയായിരിക്കും. അല്ല, ഞാൻ നിനക്ക് തോരൻ അരിയും അവിടെ. നിനക്ക് എന്താണ് കുഴപ്പം? ഞാൻ ഈ നാടകക്കാരി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതിന് സഹോദരന്റെ നാമധേയം തന്നെ? എന്റെ പേര് മംഗളാക്കുന്ന് കണ്ണൻ. നിങ്ങളപ്പോ ഓല തിന്നു? ഓല തിന്നോന്ന്? പിന്നെ ഓലയ്ക്ക് വേണ്ടി നമ്മളോടൊക്കെ പയ്യന്മാര് വെട്ടാൻ വേണ്ടി വരുമല്ലോ. എടാ വിടലേ, അത് മംഗളാക്കുന്ന് കണ്ണൻ ആന. ഞാൻ നാടകം നടൻ മംഗളാക്കുന്ന് കണ്ണൻ. ഓല തിന്നോന്ന് മര്യാദ വേണം സംസാരിക്കുന്നത് കേട്ടോ. പുള്ളിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പുള്ളിയുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഭയങ്കര കഥയത് കേട്ടാ, അടിപൊളി കഥയാണ്. ഈ പുള്ളി ഭയങ്കര ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കും. അവിടെ നിന്ന് പിണങ്ങി ഇയാള് ചെന്നൈയിലേക്ക് യാത്ര പോകും. അയ്യോ, അപ്പൊ ഇയാളെ തലയിൽ ഒരു കാക്ക കൊത്തും. എന്നിട്ട് ഇയാള് നേരെ പോയി കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന് ആ വേലക്കാരെ കല്യാണം കഴിക്കും. അപ്പൊ ഇവർ രണ്ടു കൂടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഒരു രോഗം വരും, ബ്ലഡ് ക്യാൻസർ. അയ്യോ, അങ്ങനെ ആ ചേച്ചി അതിനെ എടുത്തോണ്ട് പോണതാണ് നാടകത്തിന്റെ കഥ. ഇപ്പൊ നാടകമൊക്കെ എങ്ങനെ പോണെന്നാ? നിന്റെ പോലുള്ള പുളവന്മാര് പുളവൻ കഥ പറഞ്ഞ് എന്നെ എന്റെ നാടകം മൊത്തം പോണത്. ഇങ്ങനെയാണ് നാടകത്തിലെ കഥ. എനിക്ക് എപ്പോഴാ പാത്രം കഴിക്കൊണ്ടിരുന്ന ബ്ലഡ് ക്യാൻസർ വന്നത്? എപ്പോഴാ? മര്യാദ എന്നൊരു സാധനം വേണ്ടത്. പരിപാടിയോടോ ഈ ബ്രദറിനോട് കാണിച്ചത്? ഇതൊരു നാടക നടനാണ്. നാടകം എന്ന് പറഞ്ഞാൽ എന്താണ്? നാടിനെ അറിയുന്നത് നാടകം. പച്ചയായ ജീവിതം മനുഷ്യനിലേക്ക് കാണിക്കുന്നത് നാടകം. പേരിൽ നിന്ന് കാണിക്കുന്ന നമ്മുടെ രംഗങ്ങളെല്ലാം പുറത്തു നിന്ന് പ്രേക്ഷകർ സ്വീകരിക്കാൻ കാണിക്കുന്ന കാഴ്ച നാടകം. അങ്ങനെയുള്ളൊരു കലാകാരനെ പരസ്യമായിട്ട് നിന്ന് കളിയാക്കുന്നുണ്ട്. ദൈവമേ, ബ്രദറിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ അഭിനയൊക്കെ നിർത്തി വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പൊയ്ക്കൂടെ? ഇതെങ്ങനെ വരുന്നത്? ഒരു വായി തന്നെ സുരേഷ് ഗോപി, ബാബു നമ്പൂരും കൂടെ എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച്? നീ ആദ്യം നാടകത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പിന്നെ കൂലിപ്പണിക്ക് പോയി. പണ്ടത്തെ നാടകമായിരുന്നു നാടകം. അത് ഇപ്പോഴത്തെ നാടകം ബാലയാണ്. അയ്യോ അയ്യോ, അല്ല, പണ്ടത്തെ നാടകമാണ് പച്ചയായ ജീവിതം. ഇപ്പോഴത്തെ നാടകം എന്തോ പഴുത്തുപോയാ പച്ച. ഇപ്പൊ നാടകമല്ലേ? നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല നാടകം? അല്ല മാഷേ, ഞാൻ പണ്ടത്തെ നാടകം ലൈഫ് ഉണ്ടെന്ന് പറയായിരുന്നു. ഇപ്പോഴത്തെ നാടകത്തിൽ ലൈഫില്ലേ? ആരാ പറഞ്ഞ ലൈഫില്ല? ഇപ്പോഴത്തെ നാടകത്തിൽ ഇപ്പോഴത്തെ നാടകം ലൈഫ്. രണ്ടുപേരും കൂടി എന്തോ കാണിക്കുന്നേ? നേരത്തെ ഇയാൾ എന്തോ പറഞ്ഞേ? അവനെ നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്കും പൊക്കൂടെന്ന്. ഇപ്പൊ മനസ്സിലായോ നമുക്ക് അഭിനയിക്കാൻ അറിയാന്ന്? നീ ഇങ്ങനെ അടിച്ചോണ്ട് നടന്നാ ഒരു സെക്കൻഡെങ്കിലും ഇങ്ങനെ അടിച്ചോണ്ട് നടന്നാ നീ. അതല്ല സംഭവം. എനിക്ക് താങ്കളെ മനസ്സിലായി, അദ്ദേഹത്തെ മനസ്സിലായില്ല. ഞാനല്ലേ കുളത്തിൽ പ്രസന്നൻ. നീ കുളത്തിൽ കിടന്ന് പ്രസംഗിച്ചോ കുമ്മള മാത്രമേ വരത്തുള്ളൂ. നീ കരയിലാണ് നിന്ന് പ്രസംഗിക്കാൻ നോക്ക്. അതല്ലെന്ന്, ഞാനാണ് മിമിക്രി ആർട്ടിസ്റ്റ് കുളത്തിൽ പ്രസന്നൻ. ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സഹോദര. കണ്ടിട്ടില്ല? ഇപ്പൊ കാണിച്ചു തരാം, കൊള്ളാം. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എന്റെ ഫിഗർ ഇപ്പൊ കണ്ടു നിങ്ങൾ മനസ്സിലാവും. ആരിത്? മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഒരു ക്ലൂ വരാം. കൊല്ലത്ത് ഓലയിലുണ്ട് കൊമ്പൻ ചെല്ലി. അതല്ലെന്ന്, ഇളക്കം. കമ്മിറ്റിക്കാർ തരുന്ന അന്നദാനം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ പരിപാടാനിയാ. അതല്ലെന്ന്. പിന്നെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതെന്തോ സിനിമയുടെ മഹാനടൻ ജയൻ
ഇത് ജയന്റെ ഫിഗർ ഇല്ലേ അണ്ണാ? എന്തോ ജയന്റെ ഫിഗർ ഉണ്ടാ? നിനക്ക് ജയന്റെ ഫിഗറില്ല, സിൽക്കിന്റെ വയറുണ്ട്. ഈ നടൻ ആരാന്നറിയാവൂടാ? ഈ നടൻ നീ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ദാ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരെ കൈ ദാ ഈ കനമുണ്ട്. നിനക്കറിയാമോ ജയം ചെയ്യാൻ നടക്കുന്നു? ഇത് എപ്പോഴാ പരിപാടി നിർത്തി വെച്ച എപ്പോഴാ? അതായത് ഞാൻ ഫിഗർ ചെയ്യുന്നതിന് മുമ്പ് FCD കട്ടലിന് യഥാർത്ഥ ജയനെ കാണിച്ചു. അപ്പൊ തന്നെ പോലീസുകാർ പരിപാടി നിർത്താൻ പറഞ്ഞു. മുടിനാരിഴക്കാണ് നീ ജീവൻ എടാ ഇവന്റെ ജയനെ കണ്ടിരുന്നെങ്കിൽ അവിടെ കൊന്നാനെ. ഇത് ജയനാ ഇത്. ഇവൻ നിന്റെ വീട്ടിൽ കണ്ണാടിയില്ലടാ നീ. കണ്ണാടി എപ്പോ മേടിച്ചാലും എന്റെ പെങ്ങളെ മോൻ തല്ലി പൊട്ടിക്കും. അത് പറ, അതല്ലെങ്കിൽ അവൻ ഈ ജയം കാണിക്കൂല. അവൻ നിനക്ക് ഏട്ടച്ചൻ കൊണ്ടാണ്. അതെന്ത് അങ്ങനെ? നീ സ്കാൻ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നീ ജീവൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കൂല. ജയനെ ഭഗവാനെ. അതിനെ സംഭവം എന്താണെന്നറിയോ? ഇല്ല, ജയന്റെ സിനിമകൾ ഈ പുള്ളിക്കാരൻ കണ്ടു കാണില്ല. അതെന്ന് ഞങ്ങളൊക്കെ എന്തോരം കണ്ടിരിക്കുന്നു. ആ തേന്മാമി കൊമ്പത്തിൽ തന്നെ ശോഭനയെ ചക്കട വണ്ടിയിൽ ജയൻ കൊണ്ടുവരുന്ന സീൻ കൊണ്ടുവന്നിട്ട് ഒരു പറച്ചിലും കൂടിയുണ്ട്. ഏത് പടമെന്ന് പറഞ്ഞ? തേന്മാമി കൊമ്പത്ത്. ആര് കൊണ്ടുവന്നിട്ട്? ശോഭനയെ ജയൻ. ആ 5:30-ക്കുള്ള വണ്ടി ഇനി വന്നിരുന്നെങ്കിൽ ഈ കാലന്മാരിടയിൽ നിന്ന് കയറി പോവായിരുന്നു. എനിക്കല്ല. എന്റെ വിലമായ സംശയം എന്താണെന്നറിയോ? താത്താൻ എന്തെങ്കിലും കുടിയേറി കാണും പുള്ളിയുടെ ദേഹത്ത്. അല്ലെങ്കിൽ ഒരിക്കലും ജയന്റെ സാധനം ഇങ്ങനെ കാണിക്കത്തില്ല. വേണമെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ച് ജയന്റെ ഈ രോഗം ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു സ്ഥലത്ത് ഒരു പയ്യൻ IAS പാസ്സായ വിഷയം അതാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിയർ ബോട്ടിൽ കുത്തി ഒരു സുഹൃത്തിനെ കൊന്നു. 6 വർഷം ജയിലിൽ കിടന്നവൻ ഭാരതപ്പുഴയിൽ പൊങ്ങി വരുമ്പോൾ സുഹൃത്തുക്കൾ പറയും അവതാരപ്രിയുടെ രൗദ്രഭാവം ആവാഹിച്ചെടുത്ത മനുഷ്യന്റെ പേര് സാത്താൻ. സാത്താൻ സാത്താൻ. അത് നരസിംഹമെന്നായിരുന്നെങ്കിൽ തെറ്റിപ്പോയനല്ലേ. താത്താനായോണ്ട് പെട്ടെന്ന് പിടിക്കൂല. എടാ അവന്റെ ജയന്റെ അസുഖം മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ നരസിംഹത്തിന്റെ അസുഖം ആദ്യം മാറ്റണം. നിങ്ങൾ എന്നെ കളിയാക്കാന്നും വേണ്ട. എന്താണ് ഈ ഫിഗർ വെച്ചിട്ടേ ഞാൻ ചൈനയിൽ 2 പ്രാവശ്യം പോയി ഫിഗർ കാണിച്ചറിയാമോ? അത് പറ. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് കൊറോണ ഇങ്ങോട്ട് മടച്ചു വിട്ടത്. ഇത് ഞാനിത് എങ്ങനെ വന്നെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അതുകൊണ്ടല്ലേ ലോക്ക്ഡൌൺ സമയത്ത് ബാക്കിയുള്ളവർക്ക് പരിപാടി ഇല്ലാതെ നടന്ന കാരണം എന്തോന്ന്. എടാ ഇനി മേലാത് ഈ ജയം കാണിച്ചെന്നറിഞ്ഞ ചൈനയിൽ പോയി ജയം കാണിച്ചേക്കുന്നു. ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് വേണ്ടി ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്ന. മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? മ്യൂക്രിക്കാരന്റെ വീട്ടിൽ ഞാനും സംസാരിക്കാൻ വയ്യാത്ത അമ്മാവനും മാത്രമേ ഉള്ളൂ. ഈ അമ്മാവനെ നിന്റെ ജയന്റെ ഫിഗർ കാണിക്കാത്ത എന്താ? അങ്ങനെ പച്ചയ്ക്ക് സംസാരിച്ചാൽ പച്ചയ്ക്ക് സംസാരിച്ചാൽ ജയന്റെ ഫിഗർ കാണിക്കാൻ നടക്കുന്നു. സംസാരിക്കാൻ പാവം ദീപബുദ്ധനുള്ള ഒരു കുഞ്ഞാണ്. അങ്ങനെ പറയരുത്. ആരും ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയാം. ഞാൻ തന്നെ എന്റെ വീട്ടിൽ ഫ്ലാറ്റിൽ 16 പൂച്ചകളും ഒറ്റയ്ക്കാ ജീവിക്കുന്നേ. പൂച്ചയുടെ ഫ്ലാറ്റ് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഫ്ലാറ്റ് ഞാൻ ചോദിച്ചതാണല്ലേ. ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്തിനാണ് ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? എനിക്ക് പെട്ടെന്ന് സിനിമയെ കയറണം. എന്നാ സിനിമയെ കയറാൻ എന്തെങ്കിലും എളുപ്പ വഴി ഉണ്ടോ? നിനക്ക് ആദ്യം ജയന്റെ സിനിമ ഇട്ട് കാണണം. സിനിമ കയറാൻ നടക്കും. അലക്കിലാണ് ഒരു കോൾ വരുന്ന ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനം വേണ്ടി. ഹലോ പറയാ. ഓ അതിനൊന്നും ഞാൻ ചെയ്തു തരാം. ഓക്കെ ഇപ്പൊ തന്നെ. അതെ, സെലിബ്രേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്താ സംഭവം? ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. 6 വയസ്സുള്ള ഒരു കൊച്ചിന് നന്ദകുമാറിന്റെ മകൻ വിഷ്ണുവിന് ഒന്ന് വിഷസ് അയക്കണം. ആരയക്കണം? അപ്പൊ നമുക്ക് 3 കൂടെ അങ്ങ് അയക്കാം. അയ്യോ, എനിക്ക് ഒറ്റയ്ക്കുള്ള പരിപാടിയാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാൻ തരുമല്ലേ. കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞേ? വിഷ്ണു. എത്ര വയസ്സാ? 6 വയസ്സ്. ദൈവമേ, 6-ാം വയസ്സിൽ ജീവിതത്തിലേക്ക് പുതുജീവൻ തുടിപ്പോടെ വന്നിറങ്ങിയ എന്റെ വിഷ്ണു മകന് ഈ 1000 പിറന്നാൾ ആശംസകൾ. അയച്ചു കൊടുക്കുക. എന്തോ നിങ്ങൾ കാണിച്ചത്? ഇനിയാണ് അവര് കൊച്ചിന് വിഷസ് അയക്കുന്നത്. ഒരു മനുഷ്യനാണോ നിങ്ങൾ? സാറും നയിക്കൂ. ഇത് പയ്യന്റെ പേരൊന്ന് പറയാവോ? വിഷ്ണു. വിഷ്ണു. എങ്ങനെ ഫാമിലിയൊക്കെ കുടുംബം എങ്ങനെ? അയ്യോ, പാവപ്പെട്ട കുടുംബം. ഒരു ചെറ്റക്കുണ്ടാണ് താമസിക്കുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തറവാടിന്റെ തിരിമുറ്റത്ത് ജനിച്ചു എന്നൊരു തെറ്റ് വിഷ്ണു ചെയ്തിട്ടുള്ളൂ. അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഭാരമായി മാറിയിട്ട് ഇന്ന് 6-ാം വർഷം 6-ാം ജന്മദിനം ആഘോഷിക്കുന്ന വിഷ്ണുവിനെ ആശംസകൾ. കിട്ടിയായിരുന്ന എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? ആശംസ ഇഷ്ടപ്പെട്ടോ? കുടുംബത്തിന് ഇഷ്ടപ്പെട്ടല്ലേ? ഒരു ഭയങ്കര കഷ്ടപ്പാടില്ല. എന്താ നിങ്ങൾ ഈ വീഡിയോ അവിടുത്തെ അമ്മമ്മ കണ്ട് വലുവ് കൂടി ഇപ്പൊ ആന്ധ്രയെ പോയിക്കൊണ്ടിരിക്കുക. മീൻ വിഴുങ്ങായി. സത്യം, ഒരു കുടുംബത്തിനെ മൊത്തം ആന്ധ്രയിലേക്ക് തള്ളിയല്ലോ. ആശംസ പറഞ്ഞു. അയ്യോ,
സംഭവം എന്താ? ഞാൻ കൈ അടിച്ച് വളവുന്ന ബസ് തിരിച്ചെടുത്തോണ്ട് പോയിക്കിനി. എടാ നിന്റെ ജയന്റെ ഫിഗർ ആ ഡ്രൈവറെ കണ്ടു കാണും. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ട് തന്നെ തിരിച്ച് വണ്ടി കൊണ്ടുപോകേണ്ട കാര്യം തോന്നുന്നു. ഇനിയിപ്പോ എങ്ങനെ പോകും നമ്മള്? ഹലോ ആണല്ലേ? ഓക്കെ. ഞാൻ വിളിക്കാം. ഇത് നാളെ പരിപാടി ആറ്റിങ്ങിലാണ്. പക്ഷെ 10 മണിക്ക് നിർത്തി കൊടുക്കണം. നാളെയും 10 മണിക്ക് നിർത്തിയെങ്കിലേ പറ്റൂ. പോലീസ് വരില്ലേ കംപ്ലൈന്റ്. ഈ സർക്കാരിന് ഈ 10 മണി എന്നുള്ള ഒരു 3 മണിക്കൂർ അധികം തന്നിരുന്നെങ്കിൽ നമ്മളെ പോലുള്ള കലാകാരന്മാരെ കുടുംബം ജീവിച്ച് പോയത്. ഈ അധികാരിയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടുവിടേണ്ട. ഞാൻ അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ബ്രദറുകളെ, നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്കും പൊക്കൂടേന്ന്. എന്തോന്ന്? കൂലിപ്പണിക്കും പൊക്കൂടേന്ന്. ആഹാ, നീയാണല്ലേ നമ്മളെ പരിപാടി യൂട്യൂബിൽ കാണിക്കുമ്പോൾ അടി കമന്റ് അടിക്കുന്നത് നീ. എടാ നിന്നെ ഞാൻ